ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതാണ്. ഇനി നമ്മുടെ വീട്ടിൽ എത്ര കളർ മങ്ങിയ സ്റ്റോറേജ് ഡ്രോയറാണ് എപ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും അതിന് പറ്റിയൊരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കിച്ചണൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാസ് അടുപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കത്തില്ലേ. അപ്പോൾ എണ്ണ തെറിച്ചും അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കറിയുടെ എല്ലാ അംശങ്ങളും ഇതിന് മുകളിൽ വീണിട്ട് ചള്ളായി കിടക്കാറുണ്ട് അല്ലേ. അന്നപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി കാണിക്കാം. അത് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ബർണറിന്ന് ഒരു മാറ്റാം. ഒരുപാട് എണ്ണയൊക്കെ വരുമ്പോഴത്തേക്കും ഒരുമാതിരി വൃത്തികേടായിട്ട് തന്നെ കിടക്കും. നമ്മൾ കടുകൊക്കെ താളിക്കുമ്പോൾ തെറിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ കുപ്പി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഹാൻഡ് വാഷ് തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് പകരം ഷാമ്പു എടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതാണ്, ആ റിസൾട്ട് നല്ലതാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. കറ പോലും പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അധികം നേരം ഇത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ എണ്ണമയൊക്കെ വീണത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ എണ്ണമയൊക്കെ പോയി നല്ല പളവളാന്ന് മിന്നി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു സ്പോഞ്ച് ആണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. നല്ലപോലെ അതിൻ്റെ ഇതെല്ലാം മാറി ആ മഞ്ഞ കളർ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. പഞ്ഞിയാണ് കേട്ടോ, സ്ക്രബ്ബർ അല്ല, ഇത് പഞ്ഞിയുടെ സ്പോഞ്ചാണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് ഈ ഒരു ഇതില്ലേ, അതൊക്കെ എടുത്തിട്ട് ചുമ്മാ ഒന്ന് തൂത്ത് കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട. അതിൽ കറയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചായയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചായ തിളച്ച് തൂകുകയും അതുപോലെ കഞ്ഞി തിളച്ച് തൂകുകയൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം അത് കറ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഹാൻഡ് വാഷും ഷാമ്പൂ ഒക്കെ ആകുമ്പോൾ നല്ലപോലെ തിളങ്ങി കിടക്കും കേട്ടോ. സ്റ്റീലിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ നല്ല വെട്ടി തിളങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തുടച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല വെട്ടി തിളങ്ങി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ റെഡിയാക്കി അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എപ്പോഴും പോയി റെഡിയാക്കേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ എപ്പോഴും നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുക്കിച്ചണി പണി കഴിഞ്ഞിട്ട് തുടച്ചിടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്നവരല്ലേ, ഇതൊരു ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാമ്പാർ വെക്കുമ്പം ഇതിലേക്ക് കിഴങ്ങും പരിപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നാണ്, നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും 2 വെളുത്തുള്ളി അതേ രീതിയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ സാമ്പാർ വെച്ച് നോക്കിക്കേ, ആ സാമ്പാറിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അതുമാത്രമല്ല ഗ്യാസിൻ്റെ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്തിരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ്, നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഓരോ ഉരുളകളൊക്കെ ഉരുട്ടിയിട്ടാണല്ലോ ചപ്പാത്തിക്ക് പരത്തുന്നത്. പക്ഷേ ഈ ഒരു ടിപ്പിലൂടെ നമുക്ക് ഒത്തിരി ചപ്പാത്തികൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയാമായിരിക്കും, എല്ലാവർക്കും ചപ്പാത്തി കുഴക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാമായിരിക്കും. അതുകൊണ്ട് അത് പറയുന്നൊന്നുമില്ല. അപ്പോൾ 2 ഇതായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിലും ഒന്നുകൂടെ ഇതാക്കിയെടുക്കാം കുറച്ച് ഭാഗം. പക്ഷേ ഞാനിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലാക്കിയെടുത്തത്. ഇത്രയും മുഴുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് കുറച്ചൊന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഞാനിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. നല്ലപോലെ നല്ല വീതിക്ക് തന്നെ ഞാൻ ശരിക്കും പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതിപ്പോൾ ഇച്ചിരി വലിയ അടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ രീതിയിൽ നമുക്ക് വേണ്ടത് ആ ഒരു വീതി ഉണ്ടല്ലോ, ഒരു വട്ടം, ആ വട്ടത്തിനനുസരിച്ച് ഞാനിവിടെ കണ്ടില്ലേ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ തന്നെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒറ്റ പരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ചപ്പാത്തി
കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതേ രീതിയിൽ നമ്മളിതുപോലെ ഈ നമ്മുടെ പ്ലേറ്റ് കണ്ടോ, അതിൽ ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറക്റ്റ് ഈ വലുപ്പത്തിൽ തന്നെ അതിൽ നിന്ന് ആ പരത്തി 3 വെച്ചൊക്കെ ആണെങ്കിൽ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ചാട്ടയിട്ട് ചെറുതായിട്ട് പരത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒറ്റ പരത്തി തന്നെ 5-6 ആ ഒരു പരത്തി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് പാനിട്ട് നല്ലപോലെ ചുട്ടെടുക്കുകയും ചെയ്യും. നല്ല ബോൾ പോലെ പൊങ്ങി വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പ്രസ്സിനൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് ഒത്തിരി സമയം പോകും ചപ്പാത്തി പരത്താൻ. പക്ഷേ ഇതൊറ്റ പരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ ചപ്പാത്തികളെല്ലാം ഞാൻ ഒറ്റ പരത്തിൽ തന്നെ ഒരു 5-6 ആദ്യത്തെ പരത്തിൽ ഞാൻ ഉണ്ടാക്കി എടുത്തായിരുന്നു. പെട്ടെന്ന് തന്നെ ചുട്ടുവിട്ട് എടുത്തായിരുന്നു. കണ്ടില്ലേ, നമുക്ക് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ചപ്പാത്തികളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ചവിട്ടി ക്ലീൻ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ സൊല്യൂഷൻ്റെ പേരെന്താ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു കേട്ടോ. ഇതാണ് ആ സൊല്യൂഷൻ. ഇതുകൊണ്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാം, തുണി അലക്കാം, പാത്രം കഴുകാം, കാറ് വരെ വാഷ് ചെയ്യാം. അടിപൊളി ഒരു ലിക്വിഡാണിത്. ഇതുകൊണ്ട് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നമുക്ക് അപ്പോൾ എനിക്കിത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ എല്ലാവരും കടക്കാരൊക്കെ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ നല്ലതായിരുന്നു. നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ കിട്ടി. നല്ലപോലെ ക്ലീനാകും, ചെളി പോവും, പാത്രം വരെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാണ് അതിൻ്റെ പേര് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് മതി, അതുപോലെ പതയുമാണ് എന്നിട്ട് കേട്ടോ, കുറച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കും. നല്ലൊരു റിയാക്ഷൻ നടക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് എന്താണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ സ്റ്റോറേജ് ഡ്രോയർ കാണുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റോറേജ് ഡ്രോവേഴ്സിൽ കാണുമല്ലോ, ആ ഒരു സാധനം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ. കാര്യം കളർ മങ്ങിയത് പോലും നല്ലപോലെ കളറായിട്ട് വരും. ഈ കറയൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും കുറേ നാൾ വർഷങ്ങളോളം ഉള്ള ഇതൊക്കെ ആണെങ്കിലും പഴമ പോലെ ആയിപ്പോല്ലേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഡ്രോയർ ഫുള്ള് ചെളിയും അതുപോലെ തന്നെ പൊടിയൊക്കെ അടിച്ചിട്ട് വീട് മാറി കഴിഞ്ഞപ്പം താമസിച്ച വീട്ടിൽ ഇട്ടിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ ഫുള്ള് പൊടിയും കറയൊക്കെ ആയിട്ട് ഒരുമാതിരി കിടന്നായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ ഫിറ്റിങ്സ് എല്ലാം ഞാൻ ഒന്ന് അടിച്ച് മാറ്റി വെച്ചിട്ട് ആ ഒരു ഡ്രോയറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം. പക്ഷേ ഇത് നല്ല പതയുണ്ട് കേട്ടോ. ഒറ്റ യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലപോലെ ചെളിയെല്ലാം പോകുന്നതുകൊണ്ട് അതിലുള്ള കറയും അതെല്ലാം പോയിട്ട് ആ ഒരു വെളുപ്പ്, നമ്മൾ പുതിയതുപോലെ മേടിക്കുന്ന ആ ഒരു വെളുപ്പുണ്ടല്ലോ, നല്ലൊരു അത് തിരിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഈ ഡ്രോ മുഴുവനും ഞാനത് അതിൻ്റെ സെറ്റിങ് ആ കാര്യങ്ങളെല്ലാം നല്ലപോലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തേച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലെല്ലാം കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്, വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫുള്ള് പൊടിയാണ് കേട്ടോ. ഫുള്ള് പൊടിയും ഇതിൻ്റെ ഒരു കളറൊക്കെ നല്ല മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സൊല്യൂഷനും കൊണ്ട് ഇതുപോലൊരു ഇത് വെച്ച് ഞാനൊന്ന് ചുമ്മാ തൂത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ശക്തിക്കിട്ട് ഉരയ്ക്കുക, ഇതിനായിട്ട് പ്രത്യേക ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സൊല്യൂഷനെ ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നമുക്ക് തൂക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്കത് ആ ഒരു മങ്ങിയ കളറെല്ലാം പോയി നല്ലപോലെ കളർ വരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇവിടെ ഈ സൊല്യൂഷൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡിഷ് വാഷും ഇതിനെടുക്കാവുന്നതാണ് കേട്ടോ. ഡിഷ് വാഷൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് തുണിയൊക്കെ അലക്കാൻ ഡിഷ് വാഷ് ഏറ്റവും നല്ലതാണ്. കറ പോകാൻ സഹായിക്കുന്നതാണ് ഡിഷ് വാഷ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഡ്രോയാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ആ ചെളി ഫുള്ള് പോയിട്ട് നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷല്ല, ഡിഷ് വാഷാണ്. ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മതി. എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് കഴുകി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആ ചെളിയെല്ലാം പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ എന്നെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ നല്ലപോലെ തേച്ച് എല്ലാ ഡ്രോയറും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് കഴുകി കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ഇതെല്ലാം കഴുകി എടുത്തതിന് ശേഷം നേരെ കൊണ്ട് ഉണക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഉണക്കിയിട്ട് തുടച്ചെടുക്കാണ്. കണ്ടില്ലേ, എല്ലാം നല്ല ആ
ആ കളറും മങ്ങിയിരുന്നെല്ലാം നല്ല സൂപ്പറായിട്ട് കളറായിട്ടുണ്ട്. കാര്യം കളറ് മങ്ങിയത് ഈ ചെളി പിടിച്ച ഒരുമാതിരി പൊടിയൊക്കെ പിടിച്ചിരുന്നിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതൽ കളർ മങ്ങിയത്. അങ്ങനെ കുറേ നാളിരിക്കുമ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറെല്ലാം മാറി മങ്ങിയൊരു കളറായി മാറുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പൊടി പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കളയാതെ ഇതുപോലെ ഒന്ന് കഴുകി നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.